ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഡി മണിയുടെയും ബാലമുരുകന്റെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. അതേസമയം SIT ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, ഡി മണിയുടെയും ബാലമുരുകന്റെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിശദാംശം. തീർച്ചയായും ഇന്ന് രാവിലെ 10:15 ഈ ഡി മണിയും ഒപ്പം തന്നെ ബാലമുരുകനും ഇവിടെ ക്രൈംബ്രാഞ്ച് ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചേർന്നത്. രണ്ടുപേരെയും ഇപ്പോൾ അകത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിനുള്ളിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ SP മാർക്കൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് മേധാവി SP വെങ്കടേശും ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചേർന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ തന്നെ ദിണ്ടിഗലിലുള്ള മണിയെ തേടി നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം അവിടെ പോയിരുന്നു. തമിഴ്നാട്ടിൽ പരിശോധന നടത്തി ഇതേ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ എടുത്തു. അതിനുശേഷമാണ് അദ്ദേഹത്തെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തേണ്ടതുണ്ട് എന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി മണി ഒപ്പം തന്നെ 3 അഭിഭാഷകർക്കൊപ്പം ഉള്ള ഒരു സംഘമായിട്ടാണ് ഡി മണി ഇവിടെ എത്തിച്ചേർന്നത്. ഡി മണി നേരത്തെ തന്നെ താനല്ല, നിങ്ങൾ നേരത്തെ ഈ പറയുന്ന പേരുകാരനായിട്ടുള്ള ഡി മണി താനല്ല എന്ന കാര്യത്തിൽ നിഷേധിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത്. അതിനുശേഷമാണ് SIT സംഘം തന്നെ ഇദ്ദേഹം തന്നെയാണ് ഡി മണി എന്ന കാര്യം ഉറപ്പുവരുത്തുന്നത്. ആ പേരിലടക്കമുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്. അതനുസരിച്ചുള്ള വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയാണ് ഇന്ന് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യലിൽ വിശദമായ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും ആ ചോദ്യം ചെയ്യലിൽ ലഭിച്ച രേഖകളും ഒപ്പം തന്നെ ഡി മണിയും ഒപ്പം തന്നെ ബാലമുരുകനും നൽകുന്ന വിശദാംശങ്ങളും SIT സംഘം ഒത്തുനോക്കും. ഇതിനുശേഷം കേസിൽ വ്യക്തമായ ബന്ധം ഡി മണിക്കും ബാലമുരുകനും ഉണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകും. അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയെ തുടർന്നാണ് 4 അഭിഭാഷകർക്കൊപ്പം തന്നെ ഡി മണി എത്തിച്ചേർന്നത്. ഈ വ്യവസായി പറയുന്നത് ഈ രാജ്യാന്തര ബന്ധമുള്ള ഇങ്ങനെ ഉള്ള അമൂല്യ വസ്തുക്കൾ വിദേശത്തേക്ക് അടക്കം കടത്തുന്ന കണ്ണിയാണ് ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സ്വർണ്ണപ്പാളിയടക്കം ഇത്തരത്തിലുള്ള സാധനങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇങ്ങനെ അമൂല്യ വസ്തുക്കൾ കടത്തിയത് ഡി മണിക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലായിരുന്നു വ്യവസായിയുടെ മൊഴി. ഈ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലേക്ക് ദിണ്ടിഗലിലേക്ക് ഈ മണിയെ തേടി ആദ്യഘട്ടത്തിൽ SIT സംഘം എത്തിയത്. അങ്ങനെ ഇവരുമായി ചോദ്യം ചെയ്യുമ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടിയിലും ഡി മണി ആദ്യഘട്ടത്തിൽ നിഷേധിച്ചതൊക്കെ തന്നെ SIT സംഘം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിളിച്ചു വരുത്തി ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നെടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ഡി മണിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകും. ഇപ്പോൾ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രതിഷേധം ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണം, SITയുടെ നിലവിലുള്ള അന്വേഷണം പൂർണ്ണമായി തൃപ്തികരമല്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നേരെ ഇപ്പോൾ 2 തവണ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിട്ടുമുണ്ട്. നിർഭനാണ് വിവരങ്ങൾ നൽകിയത്.